പഠിക്കുമ്പോ ചിലപ്പോ കുത്തുവാള എടുക്കേണ്ടി വരും. എന്നെ പഠിപ്പിക്കാൻ വരും. ആശാനതൊരു പ്രശ്നമല്ല. ഇതിനു മുമ്പ് ഇതേ സ്ഥലത്ത് വീണ്ടുള്ള നിന്നോട് 1000 വട്ടം ഞാൻ പറഞ്ഞതാ നീ ശരിയല്ല ശരിയല്ല ശരിയല്ല. ഇപ്പൊ മനസ്സിലായി. ൂശിച്ചതാണല്ലോ തള്ളി കേട്ടെ. ഗോപേട്ട, എന്റെ പേരിലെ ഫിക്സഡ് ഡിപ്പോസിറ്റ് മെച്ചൂർ ആയില്ലെന്ന് അമ്മ ചോദിച്ചു. ആയല്ലോ. എന്താ ഡേറ്റും തീയതിയൊക്കെ എത്ര കൃത്യമായിട്ട് ഓർമ്മ? അതിന്നൊരു 10,000 രൂപ വേണമെന്ന് അമ്മ പറഞ്ഞു. എന്തിനാ? അപ്പക്കുട്ടന് വിസ കിട്ടി. അതിനിപ്പോ 10,000 രൂപ കൊടുക്കണമെന്ന് അമ്മ പറയുന്നത്. നമ്മളോ? അതെ. 100 200 സംഭാവനയായിട്ട് കൊടുക്കുന്ന മനസ്സിലാക്കാം, അല്ലെ വണ്ടിക്കൂലി കാശ് കൊടുക്കുന്ന മനസ്സിലാക്കാം. 10,000 രൂപയോ? അവൻ നിന്റെയൊക്കെ ആരാ? 10 പൈസ ഞാൻ തരില്ല. നിന്റെ തള്ളെ വല്ല പ്രാന്താശുപത്രിയിലും കൊണ്ടുപോയിട്, അല്ലെ കേസ് കൊടുക്കാൻ പറ. ഞാൻ ആരോടും ഒരു സൗജന്യം ചോദിച്ചില്ലല്ലോ. വടക്കേപ്പാട്ട് പറമ്പ് വിറ്റ കാശ് എന്റെ ചെലവിന്ന ആധാരത്തില്, അതല്ലേ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയത്. എനിക്കൊരാവശ്യം വന്നപ്പോ ഞാൻ ആരുടെയും എല്ലാം കാലു പിടിക്കണം. ഞാൻ എന്ത് ചെയ്യാൻ അമ്മേ? ചേട്ടന്റെ സ്വഭാവം അറിയാവുന്നതല്ലേ. അവൻ തരില്ല, എനിക്കതറിയാം. ആ ചെക്കനിപ്പോ വരില്ല എന്റെ ദേവി. അമ്മ ഇതിന് ഇത്ര പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഓഹോ, ഇപ്പൊ നീയും കാലും അറിയോ? അതല്ലമ്മേ, എന്തൊക്കെ പറഞ്ഞാലും അപ്പു അന്യനല്ലേ. അവനു വേണ്ടി ഇവിടെ ഒരു കുടുംബകലഹം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ആരോടും വഴക്കിനില്ല. എന്റെ ദുഃഖം ദേവിയോട് പറഞ്ഞേ ഉള്ളൂ, നിന്നോട് പറഞ്ഞില്ലല്ലോ. വൻപിച്ച റിഡക്ഷൻ സെയിൽ. കത്തികൾക്ക് വീണ്ടും വില കുറച്ചിരിക്കുന്നു. വാളുകത്തി, കറിക്കത്തി, വാക്കത്തി, പിച്ചാത്തി, വട്ടമുന, കൊച്ചുപിച്ചാത്തി, തൂമ്പ, ഇലവെട്ടി. കൊച്ചുപിച്ചാത്തി, വട്ടമുന, വാളുകത്തി, തൂമ്പ. വൻപിച്ച റിഡക്ഷൻ സെയിൽ. കത്തികൾക്ക് വൻപിച്ച റിഡക്ഷൻ സെയിൽ. കൊച്ചുപിച്ചാത്തി, തൂമ്പ, വട്ടമുന. ആ വൻപിച്ച റിഡക്ഷൻ സെയിൽ. കത്തികൾക്ക് വീണ്ടും വില കുറച്ചിരിക്കുന്നു. വട്ടമുന, കൊച്ചുപിച്ചാത്തി, തൂമ്പ, വാളുകത്തി. എടാ നിന്നോടാ പറഞ്ഞ ബില്ലിനെ ബാധിക്കുന്ന വണ്ടി പാറ്റിയാ. ആ ഇലവെട്ടി, ഇലവെട്ടി, ഇലവെട്ടി 15 രൂപയ്ക്ക് ഇലവെട്ടി വേണോ? ഇവന്റെ ദുബായ് പോക്ക് മുടങ്ങി ഇവൻ തെണ്ടി കുത്തുവാളെടുത്ത് തെണ്ടുന്നത് എന്റെ കൺകുളൊക്കെ കാണിക്കണേ ദേവി, ഭുവനേശ്വരി, മഹാമായേ. എന്താ സാർ? മംഗലത്ത് ഇറവാടിന്റെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് എല്ലാം അറിയാമല്ലോ സാറിന്. ഫിക്സഡ് ഡെപ്പോസിറ്റ് മെച്ചൂർ ആവുന്ന തീയതി വരെ. ഇനി എന്റെ പ്രോഗ്രാം കൊണ്ട് എടുത്ത് വല്ല പദ്ധതിയും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് പറയണേ. അവന്റെ ഒരു ദുബായ് പോക്ക്. എന്റെ ഭഗവതി, നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. കത്തിയെല്ലാം ചുളുവലിക്ക് പോയി. ഇവനിനി കുത്തുവാള കുത്തുവാള. എന്നോട് ക്ഷമിക്കണം. ഞാനൊരു ആവേശത്തിന് ദുബായി പോണം എന്ന് പറഞ്ഞ് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു. പക്ഷെ ആ ദിവസം അടുത്ത് വരുമ്പോ എനിക്കങ്ങോട്ട് വല്ലാത്തൊരു വിഷമം. കേട്ടോ ചേച്ചി, ഞാൻ പോകുന്നില്ല. ഇപ്പൊ ഡ്രൈവിംഗ് പഠിച്ചത് ഒരു നഷ്ടമല്ലല്ലോ, ഒരു തൊഴില് പഠിച്ചെന്നല്ലേ ഉള്ളൂ. ഞാനിവിടെ എങ്ങാനും ജോലി ചെയ്തോളാം. എനിക്ക് വയ്യ പോവാൻ. എനിക്കെല്ലാരെയും എന്നും കാണണം. അമ്മച്ചിയെയും ചേച്ചിയെയും അമ്പലവും എല്ലാവരെയും. ഞാൻ പോകത്തില്ല. അമ്മച്ചി കുറച്ച് പൈസയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അത് വേണ്ട. ഒന്നാമത് വലിയ ചൂടാണ് അവിടെ, താമസിക്കാനും സൗകര്യമില്ല. പിന്നെ 2-3 കൊല്ലം കഴിഞ്ഞൊക്കെ തിരിച്ചു വരാൻ പറ്റുമെന്നാ ഉസ്മാന്റെ കത്തില്. എനിക്ക് വയ്യ, എനിക്കിവിടം വിട്ടു പോകാൻ വയ്യ. ഞാൻ വൈകിട്ട് വരാം.
പ്രശ്നമാണ്. എന്തായാലും നീ അമ്മയോട് അങ്ങനെ പറയണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ കാര്യം നടക്കണ്ടേ? ആ ഇൻസ്പെക്ടറോട് പോവാൻ പറ. ഞാൻ കാരണം അമ്മ വിഷമിക്കരുത്. ആ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. എന്റെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നേനെ. ഉള്ളതെല്ലാം വിറ്റിട്ടാ ബാലയെ സംഘടിപ്പിച്ചത്. ഇനിയിപ്പോ ഉത്സവ സീസൺ വരാതെ ഒരു രക്ഷയില്ല. അപ്പൊ കൊടുത്താൽ മതിയാവോ? അപ്പോ ഉസ്മാൻ അവിടെ കൂലിപ്പണിയാ. അയാള് പറഞ്ഞാലൊന്നും ഏജന്റ് സമ്മതിക്കുകയില്ലെന്നാ അബൂക്ക പറഞ്ഞത്. 4-5 ദിവസം പൈസ കൊടുത്തില്ലെങ്കിൽ വിസ പോകും. എന്റെ വീട് ഒറ്റ കൊടുക്കാന്ന് വെച്ചാ അതിന്റെ ആധാരം സുരേഷ് മോലാളിയുടെ കയ്യിലാ. കുടിയടപ്പല്ലേ, ചോദിക്കാൻ ഒക്കുവോ? വണ്ടി വേണേ വിൽക്കാം, ഒരു 10-15 രൂപ കിട്ടും. പക്ഷെ അതോടെ എന്റെ കഞ്ഞികൂടി കിട്ടും. വേണ്ട ആശാനെ, എനിക്ക് വേണ്ടി നിങ്ങളല്ല എന്തിനാ ബുദ്ധിമുട്ടുന്നത്? ഞാൻ പറഞ്ഞത് നേരാ, എനിക്ക് പോണ്ട. അപ്പോ അമ്മ എന്താ എന്താ അമ്മേത്? 10,000 രൂപയിട്ട്. എന്റെ കയ്യിൽ എവിടുന്ന കാച്ചെന്നായിരിക്കും. റൈസ് മിൽ പണയപ്പെടുത്തി. അയ്യോ, അത് വേണ്ടായിരുന്നമ്മേ. മരിച്ചു കഴിയുമ്പോൾ റൈസ് മിൽ എടുത്തുകൊണ്ട് മണ്ണിനടിയിൽ പോകാൻ ഒക്കില്ലല്ലോ. ഒരു നല്ല കാര്യങ്ങളും ചെയ്യണമെന്നുള്ള ആശ കൊണ്ടാ. വിസയുടെ കാശ് കൊടുക്കുന്നതിന് മുമ്പ് ഗുരുവായൂർ പോയി തൊഴുതിട്ട് വാ. പ്രസാദം കൊണ്ടുവരണേ. ആശാനെ, ഇത് കോലടിച്ചല്ലോ മോനെ. എല്ലാം ഇവളുടെ പ്രാർത്ഥനയുടെ ഫലമാ. ആശാനെ, എനിക്ക് വണ്ടി ഒന്ന് വേണം, ഗുരുവായൂർ പോകാനാ. വണ്ടി എങ്ങനെ കൊണ്ടുപോകും? കെട്ടി ഓടിച്ചോണ്ട് പോവോ? ഞാൻ ഡ്രൈവ് ചെയ്തോളാം. അപ്പൊ എനിക്ക് അവിടെ മുന്നേ ഓടിക്കാമല്ലോ. അത് വേണം. ഞാനിപ്പോ സ്റ്റഡി ആയില്ലേ ആശാനെ? നീ ശരിയായിട്ടില്ല. ശരിയായിട്ടില്ല ഇവൻ. എന്റെ ആശാനെ ശരിയായിട്ടില്ല. ഓക്കെ ആശാനെ, ദുബായി പോയാലും ഞാൻ ഒറ്റയ്ക്കല്ലേ വണ്ടി ഓടിക്കേണ്ടത്, അല്ലേ രാമൻകുട്ടി? പിന്നെ അതെ, എന്നാൽ ഇത് ശരിയായിട്ടില്ല. ശരിയായി ആശാനെ. സ്റ്റേഡിയായി ആശാനെ. ആശാൻ കാണാഞ്ഞിട്ടാ. എന്നെ അല്ല അല്ല, അതെ ഇതേ ആശാന്റെ അനുഗ്രഹ ആശസ്സുകൾ ഉണ്ടെങ്കിൽ ഞാൻ സ്റ്റഡി ആയിക്കോളും. അത് ശരിയാ. ഏതായാലും ഈശ്വരകാരുണ്യപരമായ ഒരു കാര്യത്തിലല്ലേ. ഇതെങ്ങോട്ടാ ഈ ബാഗും ഒക്കെ ആയിട്ട്? വീട്ടിലേക്ക് 2 ദിവസത്തെ അവധി. അപ്പുകുട്ടൻ ഇത് എവിടെ പോയി? എവിടെ ആശാൻ? അതൊക്കെ പണ്ട്. ഇപ്പൊ ആശാനൊന്നും വേണ്ട, എനിക്ക് ലൈസൻസ് കിട്ടി. ഞാൻ ഗുരുവായൂർക്ക് പോയിട്ട് വരിക. ഇങ്ങോട്ട് കയറിയാട്ടെ, ഞാൻ അമ്പലത്തിന്റെ അവിടെ ഇറക്കാം. ബസ് അവിടെ നിൽക്കും. അതൊക്കെ അപ്പുകുട്ടനൊരു ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഞാൻ ആ വഴിക്കല്ലേ പോകുന്നത്. കയറിയാട്ടെ, ഇതൊക്കെ ഒരു സന്തോഷല്ലേ. രണ്ടാളും പുറത്തിരിക്കുക. ഇങ്ങ് അകത്തോട്ടിരിക്കേ. ഇവിടെ നല്ല കാറ്റൊന്നുമില്ലേ അളിയാ? പിന്നെ അയ്യാ, ഒറ്റ സെക്കൻഡ്, ഞാൻ അബൂക്കെ കണ്ടിട്ട് വരാം. ഡ്രൈവിംഗ് നീ എന്തിനാടാ ഈ പെണ്ണിനെ കൂട്ടി ഈ വഴി വന്നത്? നാട്ടുകാരെന്ത് പറയും? അയ്യോ, ഞാൻ വരുന്ന വഴിക്ക് കണ്ടതാ, അമ്പലത്തിന്റെ അടുത്ത് ഇറങ്ങാനാ. ആ പിന്നെ കട പൂട്ടുന്നതിന് മുമ്പ് വരണേ. ശരി. ഓരോത്തന്റെ യോഗം. എന്റെ വണ്ടി എടുത്തു ഇപ്പൊ അറിയണം. നേരം വെളുത്തോമ്പോൾ ഞാൻ എന്റെ വണ്ടി അന്വേഷിച്ച് ഇറക്കുക. ആശാന് പോയിരുന്നു വരുന്നു. നീയാ എന്റെ വണ്ടി എടുത്തല്ലേ? ഞാനല്ല, പിന്നെ എനിക്കറിയാവും. രാവിലെ 9 മണിക്ക് ഇതെഴുതി നോക്കുമ്പോ ഷെഡിൽ എന്റെ വണ്ടിയില്ല. അതിന് നേരെ വടക്കേക്കര ഷാപ്പിൽ പോയി, അവിടില്ല. പിന്നെ നേരെ കവളാറ്റിങ്കര ഷാപ്പിൽ പോയി, അവിടില്ല. അങ്ങനെ കേറി ഇറങ്ങുന്ന 7ാമത്തെ ഷാപ്പായത്. മനസ്സിലായോ? ആരാ എന്റെ വണ്ടി എടുത്തത്? വണ്ടി കാണാതെ പോയതിന് ഷാപ്പിലെന്താ കാര്യം? എടാ, മുതല് പോയവൻ ദണ്ണം തീർക്കാൻ കള്ള് ഷാപ്പിലല്ലാതെ പിന്നെ